അല്ലെങ്കിൽ ചിന്തിക്കാനുണ്ട്. അത് ചിന്തിച്ചിട്ട് വേണം നമ്മൾ അടിച്ചു പൊളിക്കാൻ. എന്താണെന്നറിയോ, നമുക്ക് ഏത് തരത്തിലുള്ള ഹാപ്പിനെസ്സും ലൈഫിൽ കൊണ്ടുവരാം. ഏത് തരത്തിലുള്ള ഹാപ്പിനെസ്സും നമ്മുടെ ലൈഫിലേക്ക് നമ്മുടെ ശീലമൊക്കെ കൊണ്ടുവരാം. പക്ഷേ ആ ഹാപ്പിനെസ് നാളെ സങ്കടമാകാത്ത ഒരു ഹാപ്പിനെസ് ആണ് എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം നമ്മൾ ആ ഹാപ്പിനെസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത്. എങ്കിൽ നിങ്ങളുടെ ജീവിതം എപ്പോഴും ഹാപ്പി ആയിരിക്കും. ഇതൊരു മെന്റൽ ഹെൽത്ത് സെന്റർ ആയതുകൊണ്ട് തന്നെ ഇത് പറയാതിരിക്കാൻ വയ്യ. എല്ലാവർക്കും ഹാപ്പി ആവണമെന്ന് ആഗ്രഹമുണ്ട്, എല്ലാവർക്കും സന്തോഷമാണെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ കുടുങ്ങുകയാണ് മനസ്സ് എപ്പോഴും. അതിനാണ് നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ടിഎ പോലത്തെ വർക്ക്ഷോപ്പുകൾ സംഘടിപ്പിക്കുന്നത്. നമുക്ക് പഠിക്കാൻ വേണ്ടിയാ. ഞാൻ ഈ സ്ഥാപനം തുടങ്ങുമ്പോൾ പലരും എന്നോട് ചോദിക്കും, സാറേ ഇവിടെ നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ SSLC മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ഞാൻ SSLC ഫെയിലർ ആണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് +2 ഉള്ളൂ, എനിക്ക് ഇവിടെ പഠിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാറുണ്ട്. ആർക്കും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്. ഏതൊരാൾക്കും വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ലൈഫിൽ ഒരു ചെറിയൊരു മാറ്റം കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ ആ മാറ്റത്തിന് വേണ്ടി ഫസ്റ്റ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ സിംഗിൾ സ്റ്റെപ്പ് മുമ്പോട്ടേക്ക് എടുത്തു വെക്കാൻ നമ്മൾ തയ്യാറാവണം. അവിടെ നമുക്ക് ഒരു പരിമിതി ഉണ്ടാവാൻ പാടില്ല, നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പല കാര്യത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്നുണ്ട്. പക്ഷെ സമയമില്ല എന്ന് പറയുന്ന ആളുകൾ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ഉണ്ടെങ്കിൽ സമയം മാറ്റി വെക്കൂലേ? ഒരു ടൂർ പോകുന്നുണ്ടെന്ന് പ്ലാൻ ഇട്ടാൽ സമയം മാറ്റി വെക്കൂലേ? ഒരു ഫാമിലി ഫംഗ്ഷൻ, ഒരു കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ സമയങ്ങൾ മാറ്റി വെക്കൂലേ? നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നിൽക്കൂലേ? ഉറപ്പിയൂലേ? പക്ഷെ നമ്മുടെ ലൈഫിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി, നമ്മുടെ ലൈഫിൽ ചേഞ്ചസ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് എന്തുകൊണ്ട് സമയം മാറ്റി വെക്കുക? അത് കുറേയൊന്നും വേണ്ടല്ലോ. നമ്മുടെ ഡെയിലി ലൈഫിൽ വളരെ ചെറിയ സമയം പോലും നമുക്ക് മാറ്റിവെക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, എനിക്കിത് പറ്റുമോ എന്നുള്ള ചോദ്യത്തിനൊന്നും ഒരു പ്രസക്തിയില്ല. എല്ലാവർക്കും സാധ്യമാണ്. അത്രയും സിമ്പിൾ ആയിരിക്കും.